ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? ഇന്ന് ഞാൻ എക്സ്പീരിയൻസ് പറയാൻ പറ്റുള്ള റിവ്യൂ. ഓക്കെ, ഇന്ന് ഞാൻ റിവ്യൂ ആയിട്ട് വന്നിട്ടുള്ളത് ആൽഫിൻ്റെ എസ്കാലോ എന്ന് പറഞ്ഞിട്ടുള്ള പെർഫ്യൂം ആയിട്ടാണ്. ഇതാണ് കുപ്പിയും കാര്യങ്ങളൊക്കെ, ഇങ്ങനെയാണ് ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് UAE നിന്നാണ് കേട്ടോ. എൻ്റെ ഒരു കസിൻ മുഖേന അവർ ഗൾഫിൽ നിന്ന് വരുമ്പോൾ വാങ്ങിച്ച് ഒരാഴ്ച ഈ കയ്യിലിൻ്റെ പെർഫ്യൂമായിട്ട് കയ്യിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ പെർഫ്യൂം ഞാൻ അടിച്ചു. ഒരു ദിവസം തന്നെ ക്രേസി കോംപ്ലിമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാര കോംപ്ലിമെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അടിപൊളി പെർഫ്യൂം. ആദ്യം തന്നെ പറയാം, പെർഫ്യൂം അടിപൊളിയാണ്. ഞാൻ ഈ വീഡിയോയുടെ കോർ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് വണ്ടിയിൽ ഇരുന്നിട്ടാണ്. ഞാൻ എൻ്റെ കാകാനെ എയർപോർട്ടിലാക്കിയിട്ട് റിട്ടേൺ വരുമ്പോൾ NH കയറിയപ്പോൾ കുഴപ്പമില്ല, ബോറടിച്ചപ്പോൾ ഞാൻ കണ്ടൻറ്റ് അങ്ങനെ ഇതാക്കി. പിന്നെ നോക്കുമ്പോൾ സ്റ്റെബിലൈസ്ഡ് ഫൂട്ടേജസും പിന്നെ മറ്റേ iPhone 16 സൗണ്ടൊക്കെ നമുക്ക് ഇതാക്കാൻ പറ്റും, ഇൻഫ്രെയിം അങ്ങനെ സിനിമാറ്റിക് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ അപ്പോൾ പിന്നെ ആ ഫൂട്ടേജ് തന്നെ വെച്ചിട്ട് ഞാൻ ആ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഇൻഷാ അല്ലാ. പിന്നെ ഇതിൻ്റെ ഞാനൊരു സ്ക്രീൻഷോട്ടൊക്കെ വേണമെങ്കിൽ തരാം നിങ്ങൾക്ക്, ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ. ഇത് ഇന്ത്യയിൽ നാട്ടിൽ കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ അറിയില്ല. ബൈങ് ലിങ്കൊന്നും ഞാൻ ഇടുന്നില്ല, ഞാൻ അതിൻ്റെ പേരിൽ ഒരു ഇത് വേണ്ട. അപ്പോൾ ഇൻഷാ അല്ലാ നിങ്ങൾ അത് നോക്കിക്കാൽ ഇനി ഇവിടെ നിന്നുള്ള വീഡിയോ ഞാൻ കാറിൽ ഇട്ടാവും ഇൻഷാ അല്ലാ. അപ്പോൾ വണ്ടിയിൽ നിന്നിട്ട് ബോറടിച്ചപ്പോഴാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ട് അവിടെ എടുത്തിട്ട് ബാക്കിയുള്ള കാര്യം ഇവിടെ പറയുമെന്ന് വിചാരിച്ചു ഇൻഷാ അല്ലാ. അപ്പോൾ ആൽഫ എസ്കാലോ അടിപൊളി പെർഫ്യൂമാണ് കേട്ടോ, ഒന്നും പറയാനില്ല. അടിപൊളി പെർഫ്യൂം. ഞാൻ ഇതേപോലെ അത് നമ്മുടെ ഷാഹിദി സെൻസ് റിവ്യൂ, അതേപോലെ നമ്മുടെ യൂട്യൂബർ പെർഫ്യൂമൻസ്, ഇവരൊക്കെ ഇത് അടിപൊളി പെർഫ്യൂമാന്ന് പറഞ്ഞു. സ്പെസിഫിക്കലി നമ്മുടെ ഷാഹിദി സെൻസ് റിവ്യൂ പറഞ്ഞു ഇത് ബേണിംഗ് ബഹൂർ, കത്തന ബഹൂർ പോലെ തോന്നി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കത്തന ബഹൂർ എന്ന് പറഞ്ഞ പോയിന്റിൽ തന്നെ ട്രിഗർ ആക്കിയിട്ട് ഞാൻ അതിന്റെ പിന്നാലെ പോക്ക് തുടങ്ങി, പെർഫ്യൂമിന്റെ പിന്നാലെ. എന്നിട്ട് എന്താക്കി, പെർഫ്യൂം ഞാൻ ഒപ്പിച്ചു. എന്നിട്ട് വരുന്ന വെള്ളിയാഴ്ച, ഓക്കെ ഇതൊക്കെ ഒരു വ്യാഴാഴ്ച ബുധനാഴ്ച പെർഫ്യൂം കിട്ടിയത്. ഞാൻ അന്ന് തന്നെ അടിച്ചു, അന്ന് കോംപ്ലിമെന്റ്സ് ഒന്നും കിട്ടിയില്ല. ഞാൻ വെള്ളിയാഴ്ച എൻ്റെ കയ്യിലുള്ള ഊതുണ്ടല്ലോ, ഞാൻ ഊതിന്റെ ബ്ലോഗിൽ ഞാനൊരു സ്ക്രീൻഷോട്ടൊക്കെ എൻ്റെ കയ്യിലുള്ള ഊത്, അതായത് ഊതിന്റെ കൽക്കസ് ഊത്. ഓക്കെ, അതൊരു തുള്ളി എടുത്തിട്ട് ഈ രണ്ട് സൈഡിലും തേച്ചു ഞാൻ. പിന്നെ അതിന് പുറമെ ഈ എസ്കാലോ അടിച്ചു. എന്നിട്ട് ഞാൻ വെള്ളിയാഴ്ച ജുമാക്ക് പോയി. ക്രൈസി കോംപ്ലിമെന്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേവരെ എൻ്റെ ഒരു ജേണിയിൽ ഇത്രത്തോളം ആളുകൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ബ്രൂട്ടലായിട്ട് എൻ്റെ അടുത്ത് ഏതടാ പെർഫ്യൂം എന്ന്, അതായത് മുഹൈമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൂട്ടുകാരുണ്ട്, സൽമാൻ. അവർക്കൊക്കെ ഈ വീഡിയോ അവർ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. അത് അവരുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞ വീഡിയോ ഇറക്കാം, ഏതാ പെർഫ്യൂം ആണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന അത് ആ പെർഫ്യൂം നിങ്ങൾക്ക് അറിയാൻ കഴിയും, ഞാൻ വീഡിയോ ഇറക്കാം, അപ്പൊ നിങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ പള്ളിയിൽ നിന്ന് ഇവരെല്ലാവരും ചോദിച്ചു ഇതേതാ പെർഫ്യൂം എന്നുള്ളത്. പള്ളിന്ന് അതേപോലെ ഈ സൽമാൻ എന്ന് പറഞ്ഞ ആള്, ഞാൻ പള്ളിയുടെ സ്റ്റെപ്പും പടി കയറുമ്പോ തന്നെ ഇതിന്റെ മണം കിട്ടി എന്നുള്ളത്. ഞാൻ അവിടെ ഏതോ തലക്കിരിക്കാണ് അങ്ങനെ. അപ്പോ ഈ സാധനം അപാര പ്രൊജക്ഷൻ ആണ് കേട്ടോ. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഊതിന്റെ ഇതും ഈ ഒരു ബേണിയും ബഫൂറും കൂടി ആയപ്പോ സാധനം തീയായി. സാധനം ഞാൻ കിടന്ന് കത്തുമായിരുന്നു. ആളുകൾ എന്താടാ ഈ ചെക്കന്മാരനെ വീണ്ടും ഞാൻ തൊട്ടടുത്ത് ഒരുത്തം പോയിരുന്നു, അതായത് നിയാസ് പറഞ്ഞിട്ട് ഒരു കൂട്ടുകാരനാണ്. ഞാൻ അവന്റെ അടുത്ത് ഇരുന്നപ്പോ പറഞ്ഞു, അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിട്ട് ഈ പറയാതെ ഇരുന്നാലും വന്ന് എങ്ങനെ തൊട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് അറിയാൻ പറ്റി വന്നത്. അതായത് തൊട്ടടുത്ത് പോയിരുന്നപ്പോ അവൻ അറിഞ്ഞിട്ടില്ലായിരുന്നത്, പക്ഷെ എന്നാലും അവന് ഫീലായി എന്ന് അവൻ പറയാണ് അൾട്ടിമേറ്റ്ലി. അപ്പോ ഈ സാധനം ഇത് ഒരു മാരക പെർഫ്യൂമാണ്. നിങ്ങൾക്ക് ഈ സാധനം എവിടെ കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ചോളി, ആൽഫ എസ്കാലോ. ഇതൊരു സാധനം നീഷ് ക്വാളിറ്റി സാധനമാണ്. നീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീഷ് തന്നെ. നമ്മൾക്ക് സാധനം ഞാൻ 2-3 പെർഫ്യൂമുകൾ പറയാം. ചില ആളുകൾക്ക് ചിലപ്പോൾ ഈ പെർഫ്യൂമുകൾ അറിയണ്ടാവില്ല. അപ്പോ എന്നാൽ അറിയാത്തവർക്ക് അത് എങ്ങനെ വരും എന്നുള്ളത് ഞാൻ ജസ്റ്റ് എന്നെ കൊണ്ട് ഉപയോഗിക്കണ പോലെ ഞാൻ പറഞ്ഞുതരാം. അഹമ്മദ് അൽ മഗ്രിബിയുടെ ഇഗ്നൈറ്റ് ഊത് ഞാൻ സ്ക്രീൻഷോട്ട് കൊടുക്കാം കേട്ടോ. അഹമ്മദ് അൽ മഗ്രിബിയുടെ ഇഗ്നൈറ്റ് ഊത്, അതേപോലെ മാർക്ക് ആന്റണി ബറോസിന്റെ ഗനിമൈഡ്, ഇതൊക്കെ ഒരേ വൈബിൽ നിൽക്കുന്ന പെർഫ്യൂമാണ്. അതിന്റെ അതേ വൈബ് തന്നെയാണ് ഏതില്. പക്ഷെ ഗനിമൈഡിന്റെ ഓപ്പണിംഗ് ഒരേപോലെ നിൽക്കുമെങ്കിൽ കൂടി ഡ്രൈ ഡൗണും കാര്യങ്ങളൊന്നും ഗനിമൈഡ് അല്ല, വേറെ ഒരു പെർഫ്യൂമാണ്. ഇതിൻ്റെതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി കീപ്പ് ചെയ്യുന്ന പെർഫ്യൂമാണ്. ജ്യൂസ് ക്വാളിറ്റി ഒക്കെ അപാര എക്സ്ട്രേറ്റഡ് പെർഫ്യൂം കോൺസെൻട്രേഷൻ ആണ്. ജ്യൂസ് ക്വാളിറ്റി ഒക്കെ വമ്പൻ ജ്യൂസ് ക്വാളിറ്റി, ഒന്നും പറയാനില്ല, ഒരു കുറവും പറയാനില്ല. നമുക്ക് ആദ്യത്തെ പെർഫ്യൂം, ആദ്യത്തെ എന്താ പറയുക,
ആദ്യത്തെ പെർഫ്യൂം അടിച്ചപ്പോ തന്നെ എനിക്ക് ജ്യൂസ് ക്വാളിറ്റി ഒമ്പനായിട്ട് ഫീൽ ആയിട്ടോ. ജ്യൂസ് ക്വാളിറ്റിയിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. ഒമ്പൻ ജ്യൂസ് ക്വാളിറ്റി ഒന്നും പറയാനില്ല. അങ്ങനെ അപ്പോ ഈ പെർഫ്യൂം ഞാൻ ഇതേപോലെ യൂസ് ആക്കുന്നുണ്ട്. ഇപ്പോ ഇതേപോലെ ഞാൻ 2-3 ആൾക്കാർക്ക് ഈ പെർഫ്യൂം ടെസ്റ്റ് അടിക്കാനും കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അള്ളാ നല്ല പെർഫ്യൂമാണ്. ഇപ്പൊ കുറച്ചു കാലമായിട്ടാണ് അടിക്കുന്ന പെർഫ്യൂം ഇതാണ്. പ്രൊജക്ഷൻ, ഭീകര പ്രൊജക്ഷൻ, കത്തന ബഹൂർ. അപ്പോ ഞാൻ പറഞ്ഞത് ബഹൂറിന്റെ സ്മെല്ല് കാര്യങ്ങൾ അങ്ങോട്ട് ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ കുറച്ച് പെർഫ്യൂമുകൾ അസോസിയേറ്റ് ചെയ്ത് പറഞ്ഞു. അഹമ്മദ് അൽ മഗ്രിബ് ഇഗ്നൈറ്റ് ടു, അതേപോലെ മാർക്ക് ആന്റണി ബറോസ്, ഇതൊക്കെ ഒരേ മാർക്ക് ആന്റണി ബറോസിന്റെ കെനിമേഡ്, ഇതിലൊക്കെ ഒരേ വൈബിൽ വരുന്ന പെർഫ്യൂമാണ് ഇത്, നമ്മുടെ അൽഫ് എസ്കാലോ. ഇനി വേറെ നമ്മളൊരു ഒരു അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ പറയാന്നുണ്ടെങ്കിൽ ഒരു ചന്ദന കഷ്ണം, അതില് ഒരു സാധാ ഒരു മര കഷ്ണം, ഏതിനും ഒരു തേക്കിന്റെ കഷ്ണം എന്ന് കൂട്ടിക്കോ. അതേപോലെ ചെറിയൊരു, അതായത് ഏറ്റവും മൈനർ ക്വാളിറ്റിയിൽ ഒരു ഊതിന്റെ കഷ്ണം, പിന്നെ അതിലേക്ക് പഞ്ചസാര ലായനി, ഈ പിന്നെ ഞാൻ മുന്നേ പ്രിപ്പയർ വെച്ച കാര്യങ്ങൾ അതൊക്കെ ഇങ്ങനെയൊക്കെ പറയണം എന്നുള്ളത്, അതൊക്കെ പെട്ടെന്ന് ഓർമ്മ വരുന്നത്. പിന്നെ ഇതൊക്കെ ചെയ്തിട്ട് കുറച്ച് ചന്ദനത്തിരിയുടെ പൊടി, ചന്ദനത്തിരി, ഈ നമ്മള് ചന്ദനത്തിരി ഉണ്ടല്ലോ, അതങ്ങനെ കുറച്ച് കൈയിട്ട് പിടിച്ച് പൊടിച്ചിട്ട് അതിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് എന്ത് സ്മെല്ല് വരുമോ അതാണ് ഈ സ്മെല്ല്. പുകക്ക് പുക, സ്വീറ്റ്നെസ്. അറബികളുടെ സ്മെല്ലാണ്, പ്യൂർ ആയിട്ടുള്ള അറബിക് സ്മെല്ല്. അങ്ങനെ ഈ പെർഫ്യൂം എവിടെ കിട്ടുകയാണെങ്കിലും വാങ്ങിച്ചു വെച്ചോ. റിച്ച് സ്മെല്ലാണ്. റിച്ച് എന്ന് പറഞ്ഞാൽ ആബ്സലൂട്ട് റിച്ച് സ്മെല്ല്. നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും സംതിങ് ലക്ഷറി എന്നുള്ളത്. അങ്ങനെ എന്നാ ഇൻഷാ അള്ളാ ഞാൻ ഈ പെർഫ്യൂം നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ആക്കുക, വാങ്ങിക്കുക, ഒരു പ്രശ്നമില്ല. പ്രൊജക്ഷൻ, ലോങ്ജിവിറ്റി, റൂം മുഴുവൻ ഈ പെർഫ്യൂം ആവും. ഞാൻ ഈ പെർഫ്യൂമിനോട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് YSL കുറോസാണ്. അമ്മാതിരി പ്രൊജക്ഷൻ. എന്നാ ഇൻഷാ അള്ളാ പരിപാടി നടക്കട്ടെ. ഞാൻ പിന്നെ ഒരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.